വെളുത്തിരിക്കുന്നുണ്ട്. സംഭവം പൊടിയല്ല, ഐസാവുന്നതാ. സെൽഫ് ക്ലീൻ മോഡ്. സംഭവം ഫാനങ്ങ് ഓഫാവും. എന്നിട്ട് കംപ്രസർ മാക്സിമം ഇതിലോട്ട് 8 വാട്ട്. AC ഓഫാണ്. ഇതിപ്പം സ്റ്റെബിലൈസറിൻ്റെ ഇത് മാത്രം എടുക്കുന്നതാണ്. 8 വാട്ട് കാണിക്കുന്നത്. കൂളിംഗ് കപ്പാസിറ്റി 5125 വാട്ടാണ് 100%. ഇതൊരു 1.2 ടൺ AC ആണ്. ഓൺ ചെയ്ത് നമ്മൾ മറ്റേ ക്ലീനിങ്, സെൽഫ് ക്ലീൻ എന്ന് പറഞ്ഞ പരിപാടി സെറ്റ് ചെയ്യാൻ പോവാം. അറുപത് 70 വാട്ട്സ്. പക്ഷേ കംപ്രസർ ഇത് ഓണായിട്ടില്ല, അതുകൊണ്ടാണ്. 70 വാട്ട്സിൽ തന്നെ നിൽക്കും. കുറച്ച് നേരം എടുക്കും. ഈ ഹെയറിൻ്റെ മോഡലിൻ്റെ ഹെയറിൻ്റെ അടുത്ത് നമ്മൾ 8 എടുത്തിട്ടുണ്ട്. അതും എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടേ കളിയാൻ ഓണാവത്തുള്ളൂ. കംപ്രസർ ഓണായിട്ടുണ്ട്. 1200-300 വാട്ട്സിലേക്ക് പോവുകയാണ്. ഓക്കെ, നമുക്കിനി ക്ലീൻ മോഡ് ഇടാം. സെൽഫ് ക്ലീൻ മോഡ്. സംഭവം ഫാനങ്ങ് ഓഫാവും. എന്നിട്ട് കംപ്രസർ മാക്സിമം ഇതിലോട്ട് പോകും. 1600 പോയി. സംഭവം മാക്സിമം ഇതായിട്ട് ഇതിൻ്റെ അകത്തുള്ള കോയിൽ തണുപ്പിക്കുകയാണ് ചെയ്യുന്ന സംഭവം. ഇതിനകത്തെ കോയിലുകൾ ഓക്കെ. ഈ കോയിൽ നല്ല രീതിയിൽ അങ്ങ് തണുപ്പിച്ച് ഐസാക്കും. അതാ പരിപാടി. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. നല്ല രീതി ഐസാവും. വെളുത്തിരിക്കുന്നുണ്ട്. സംഭവം പൊടിയല്ല, ഐസാവുന്നതാ. കാണിച്ചുതരാം. കണ്ട, ഐസായ കണ്ട സംഭവം. നല്ല ഐസാക്കും. എന്നിട്ട് ഫാൻ അങ്ങോട്ട് ഓൺ ചെയ്യും. അതാണ് സംഭവം. നോക്കാം, നല്ല ഐസായിട്ടുണ്ട്. കാണിച്ചു തരാം. വെള്ളമാവുന്നുണ്ട്. ഇത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് അറിയാൻ വയ്യ. ഏതായാലും നോക്കാം നമുക്ക്. ഇപ്പം 1100 വാട്ട്സാണ്. വാട്ട്സ് ഇച്ചിരി കുറഞ്ഞ്. ഇടുമ്പോഴത്തേക്ക് ചെറിയ പൊട്ടുന്ന കണക്ക് ശബ്ദമൊക്കെ കേൾക്കും. ചെറിയ അതൊന്നും കാര്യമാക്കേണ്ടത്. ആ തണുക്കുന്നതിൻ്റെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടി തണുക്കുന്നതിൻ്റെ ഒരു ഇതിൻ്റെ അല്ല, ഒന്നുമല്ല. ഫാൻ ഓണായിട്ടുണ്ട്. ഇപ്പോഴും ക്ലീനിങ് ഫങ്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഫാൻ ഓണായിട്ടുണ്ട്. ഐസൊക്കെ എല്ലാം പോയി. കംപ്രസർ പിന്നെ ഹൈലോട്ട് റൺ ആവാൻ തുടങ്ങി. 1400 വാട്ട്സിലോട്ട് പോയി. ഇനിയും തണുപ്പിക്കുമോ എന്തുവാന്നറിയാൻ വയ്യ. നോക്കാം. മാക്സിമം 1600 പോയി കേട്ടോ. 1668 വാട്ട്സ് വരെ പോയി. അല്ലാതെ AC ഇട്ട് ഫുൾ പവർ കൊടുത്താൽ പോലും അത്രയും പോകത്തില്ല മിക്കപ്പോഴും. ഉച്ചയ്ക്കാണെങ്കിലും പോയാൽ പോയി, അല്ലാതെ പോകത്തില്ല. രാത്രിയാണെങ്കിൽ 700 വാട്ട്സ് ആ റേഞ്ച് ഇരിക്കത്തുള്ളൂ. 1000 വാട്ട്സ് തൊട്ട് പോകത്തില്ല. അപ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ റൂമിലുണ്ട് എങ്കിൽ നമ്മൾ പെട്ടെന്ന് തണുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പയ്യെ ഇരിക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് തണുക്കത്തില്ല. അതാണ് ഹയറിൻ്റെ ഒരു കുഴപ്പം ഞാൻ കണ്ടത്. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എത്രത്തോളം ക്ലീൻ ആവുമെന്ന് അറിയാൻ വയ്യ. ഞാൻ അതിൽ റൂമെല്ലാം ഒന്ന് അടച്ച്, അല്ലാതെ തന്നെ ചെറിയ ഫാൻ സ്പീഡിലാണ് കിടക്കുന്നത്. ചെറിയൊരു തണുപ്പ് റൂമിൽ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഒരു സമയത്ത്.
ഓഫായി. നോർമൽ ഫാനിൻ്റെ ഇതിലോട്ട് പോയി. ഫാൻ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ഇപ്പോഴും ഫങ്ഷൻ അത് തന്നെ നടക്കുവാണ്. എന്തോന്ന് നോക്കാം. അങ്ങനെ കുറേ നേരത്തെ കഴിഞ്ഞ് സംഭവം ഓണായി. കംപ്രസറും ഇത് ഓണായി. കീ ഇട്ടങ്ങ് ഓണായി. ഫുൾ സ്പീഡുമായി. എന്തോ ക്ലീൻ ആയിട്ടുണ്ടോ എന്തോ നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം. ഓക്കെ. ഇവിടൊക്കെ പൊടി ഇരിപ്പുണ്ട്. ഇതിലൊക്കെ പൊടി ഇരിപ്പുണ്ട്. എന്തോ ക്ലീൻ ആവുന്നേന്ന്. ഇതൊക്കെ പൊടി ഇരിപ്പുണ്ട്. എന്തോ ക്ലീൻ ആവുന്നേന്ന് അറിയാൻ വയ്യ. അതോ അവിടെ എല്ലാം ഇതോ കണ്ട ചെറിയ ചെറിയ പൊടി കുറച്ചൊക്കെ പോകുമായിരിക്കും. ഐസായിരുന്നിട്ട് പെട്ടെന്ന് ഇതാകുമ്പോഴത്തേക്ക് വാട്ടറായിട്ട് പിന്നെ ഫാൻ അടിക്കുമ്പോൾ ഐസായിരുന്നിട്ട് ഫാൻ അടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് വാട്ടറായി ഇതിൻ്റെ അകത്ത് ഇറങ്ങി അങ്ങ് പോകുമായിരിക്കും. ഒരു ഇതൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ആകുമായിരിക്കും. എന്തോന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ബൈ.